GST 2016 പാർലമെന്റ് പാസ് ചെയ്തപ്പോൾ ഇതിന്റെ എതിരെ സംസാരിച്ച് ഒപ്പോസ് ചെയ്തത് CPM-ഉം കോൺഗ്രസ് ആയിരുന്നു. അവർ പറഞ്ഞത് ഇത് ഗബ്ബർ സർവീസ് ടാക്സ് എന്ന് പറഞ്ഞു, ഗബ്ബർ സിംഗ് ടാക്സ്. അതിനെക്കുറിച്ച് ചെറിയ ബിസിനസ്സിൽ ഉള്ളില് ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ടും അവരെ മിസ്ലീഡ് ചെയ്യാൻ നോക്കിയ കോൺഗ്രസ് പാർട്ടിയും CPM-ഉം ഇതിനെക്കുറിച്ച് ആരും മറന്നിട്ടില്ല. 2014 നരേന്ദ്രമോദിജി അന്ന് പറഞ്ഞു, ഇന്ന് അദ്ദേഹം അത് ചെയ്തു കാണിച്ചു. ഈ ടാക്സ് സെറ്റിൽ ആവുമ്പോൾ, കംപ്ലയൻസ് കൂടുതലാവുമ്പോൾ ബിസിനസിന് ഗുണം ചെയ്യും. ഒരു 5, 6, 7, 8 കൊല്ലം കഴിഞ്ഞാൽ ഇതിന്റെ റേറ്റ് കുറയും എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞു 2014. എന്നിട്ടും കോൺഗ്രസും CPM-ഉം ഇത് ഗബ്ബർ സിംഗ് ടാക്സ് ആണെന്ന് ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യാനും ജനങ്ങളെ വിഡ്ഢിയാക്കാൻ നോക്കി. ഇന്നെന്താണ് സ്ഥിതി? 10 കൊല്ലം അധ്വാനിച്ച് ഇക്കോണമിനെ ഈ ലെവലിൽ കൊണ്ടുവന്ന് ഫിസ്ക്കൽ ഡെഫിസിറ്റിനെ കമ്മിയാക്കി ഇൻഡിപെൻഡന്റ് ഇന്ത്യന്റെ ഹിസ്റ്ററിയിൽ ആദ്യമായ ഒരു സർക്കാരാണ് ഇൻകം ടാക്സ് എക്സംഷൻ 12 ലക്ഷത്തിന്റെ ഇൻകം ടാക്സ് എക്സംഷൻ കൊടുക്കുന്ന ഒരു സർക്കാർ. മരുന്നും ഭക്ഷണത്തില് 0% GST, സാധാരണക്കാരുടെ എസെൻഷ്യൽ കമോഡിറ്റീസിന് 5% GST കൊണ്ടുവന്ന് മുമ്പോട്ട് വെക്കുന്നത്. അപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് രാഹുൽ ഗാന്ധിക്ക് ഒരു ധൈര്യം ഉണ്ടെങ്കിൽ ഇതിനെ കുറച്ച് ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാവണം. ആരാണ് ഇക്കോണമിനെ എവിടുന്ന് എങ്ങോട്ട് കൊണ്ടുപോയി ട്രാൻസ്ഫോം ചെയ്തത്? എന്നിട്ട് അതേസമയം ഇൻകം ടാക്സ് റിലീഫ് കൊടുക്കുമ്പോൾ, GST കമ്മിയാക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൽ എന്താണ് സ്ഥിതി? ഏറ്റവും കൂടുതൽ വിലക്കയറ്റം നമ്മുടെ കേരളത്തിലാണ്. ഇത് ഞാനല്ല പറഞ്ഞത്, ഓഫീസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സാ പറഞ്ഞത്. ഈ വിലക്കയറ്റം എന്ന് പറഞ്ഞാൽ പാവങ്ങൾക്കും സാധാരണക്കാർക്കും ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അവരാണ് അതിന്റെ ഒരു ബർഡൻ സഹിക്കുന്നത്. അപ്പോൾ ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ പറയുന്നു, രാഹുൽ ഗാന്ധിയോട് പറയുന്നു, നിങ്ങൾ വേണ്ടാത്ത ഇഷ്യൂസും വോട്ട് ചോരിയും BJP കൊടുക്കുന്ന വോട്ട് കേരള കൾച്ചറും ഇതിനെക്കുറിച്ചൊന്നും ജനങ്ങളെ പറഞ്ഞ് വിഡ്ഢിയാക്കാൻ നോക്കരുത്. ആര് ജനങ്ങളെ വിശ്വസിച്ച് ഒരു അവസരം കൊടുത്തപ്പോൾ ആരാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത്, ആരാണ് അധ്വാനിച്ചത്, ആരാണ് അവർക്ക് ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്നത്, ഇതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് കാർഡ് ഞാൻ ചാലഞ്ച് ചെയ്യുന്നു മുഖ്യമന്ത്രിയോട്, മുമ്പോട്ട് വയ്ക്കൂ. അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ വെറുതെ അയ്യപ്പ സംഗമവും വേണ്ടാത്ത ഇഷ്യൂസിലെല്ലാം ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ നോക്കരുത്. ഈ ഇലക്ഷൻ വികസനത്തിനെ കുറിച്ചായിരിക്കും, തദ്ദേശ തെരഞ്ഞെടുപ്പും അസംബ്ലി ഇലക്ഷൻ. അതിനെക്കുറിച്ച് സംസാരിക്കാൻ ധൈര്യം ഉണ്ടാവണം, ഫാക്ട് ഉണ്ടാവണം, ട്രാക്ക് റെക്കോർഡ് ഉണ്ടാവണം. നരേന്ദ്രമോദിജി ചെയ്ത കാര്യങ്ങളും മറ്റ് BJP സംസ്ഥാനത്തിൽ നടക്കുന്ന ഡെവലപ്മെന്റിനെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കും, തെളിവ് മുമ്പോട്ട് വയ്ക്കും. ഈ GST, ഇൻകം ടാക്സ് റിലീഫും ഇവിടെ നടക്കുന്ന വിലക്കയറ്റവും ഇതിനെക്കുറിച്ചെല്ലാം ഞങ്ങൾ മുമ്പോട്ട് വെച്ച് ജനങ്ങളിൽ ഈ സത്യം അവരുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഇതാണ് പറയാനുള്ളത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അല്ല, നോക്കൂ, ഇന്ത്യ രാജ്യത്തിൽ GSTന്റെ ഗുണം എല്ലാവർക്കും കിട്ടും. പക്ഷേ നമ്മുടെ ഈ സംസ്ഥാനത്തിൽ GST കമ്മിയാവുമ്പോൾ ഇവിടെ വിലക്കയറ്റം നിങ്ങൾ ചോദിക്കണം. ഇവിടെ എല്ലാ ഫുഡ് കമോഡിറ്റീസ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നു. ഇവിടുത്തെ ഡീസലും പെട്രോളിന്റെ എക്സൈസ് ഡ്യൂട്ടി കമ്മിയാക്കാൻ സർക്കാർ തയ്യാറല്ല. അപ്പോ വിലക്കയറ്റം കൂടുമ്പോൾ ഈ GSTന്റെ ഗുണം ഇവിടെ കിട്ടില്ല. ഈ വിലക്കയറ്റം ഇവരുടെ ഒരു ഫ്രോഡ് ഇക്കണോമിക് പോളിസീസും ഒരു ഷോർട്ട് സൈറ്റഡ് ഗവർണൻസും കഴിവില്ലായ്മ
ഞാൻ ഈ നമ്മളെ തിരുവനന്തപുരത്ത് ഒരു കർഷക സമരത്തിൽ പങ്കെടുക്കുമ്പോൾ അവിടെ ആരോ എന്നോട് പറഞ്ഞു, CPM-ന്റെ ഒരു മന്ത്രി പറയുന്നു ഞങ്ങൾക്ക് എന്തിനാണ് ഇവിടെ കൃഷി ആവശ്യമില്ല, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ വിചാരിക്കുന്നവർക്ക് എന്താണ് നമ്മൾ പറയേണ്ടത്? കഴിവില്ലായ്മയാണോ, വിഡ്ഢിത്തരമാണോ? അവർക്ക് ജനങ്ങൾ കഷ്ടങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഒരു പിന്നെ എന്താണ് താല്പര്യമില്ല എന്നാണോ? അപ്പോ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. ഞാൻ മാധ്യമ സുഹൃത്തുക്കളും എല്ലാവരോടും എൻ്റെ ഒരു അഭ്യർത്ഥന, ഇതെല്ലാം ഇക്കോണമി ഗവർണൻസ് എല്ലാം ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. 5 കൊല്ലം ഒരു ഗവൺമെന്റിന് ഒരു അവസരം കൊടുക്കുമ്പോൾ അവര് വിശ്വസിക്കുന്നതാണ്, ഈ ഗവൺമെന്റ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കും, ഞങ്ങൾക്ക് വേണ്ടി നല്ല പോളിസീസും പദ്ധതികൾ, ഗവർണൻസ് നന്നാവും, ഞങ്ങളുടെ വിലയെല്ലാം കമ്മിയാവും. ഇതിനെക്കുറിച്ച് ആർക്കൊന്നും പറയാനില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കേരള കൾച്ചറിന്റെ കസ്റ്റോഡിയന് ആരാ ആക്കിയത്? അത് ജനങ്ങൾ തീരുമാനിക്കും. അതിന് ഒരു CPM-ന്റെ മുഖ്യമന്ത്രിയൊന്നും ആവശ്യമില്ല. അല്ല, അത് നോക്കൂ, ഇതെല്ലാം ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് കൺസംഷൻ ഇക്കോണമിന്റെ ഇക്കണോമിക് മോഡലിംഗ് അല്ലേ. വില കുറയുമ്പോൾ കൺസംഷൻ കൂടും. ഇതിൽ ഞാൻ ആരെയും കൺഫ്യൂസ് ചെയ്യാൻ പറയുന്നല്ല. ഇക്കണോമിക് തിങ്കിങ്ങിൽ ഇൻവെസ്റ്റ്മെന്റ് ഡ്രിവൻ ഗ്രോത്തും ഉണ്ട്, കൺസംഷൻ ഡ്രിവൻ ഗ്രോത്തും ഉണ്ട്. കൺസംഷൻ ഡ്രിവൻ ഗ്രോത്തിന് ഇക്കോണമി ഒരു ലെവലിൽ എത്തണം, ഇക്കോണമിയിൽ ഒരു സ്ട്രെങ്ത് ഉണ്ടാവണം. അതാണ് കഴിഞ്ഞ 10-11 കൊല്ലം നരേന്ദ്രമോദി ചെയ്തിരിക്കുന്നത്. നോക്കൂ, ഇത് എല്ലാവരും മറന്നോന്നറിയില്ല. UPA-ന്റെ കാലത്ത് ലാസ്റ്റ് 6 ഇയേഴ്സ്, UPA-ന്റെ ലാസ്റ്റ് 6 ഇയർ 24 ക്വാർട്ടർ വിലക്കയറ്റം എല്ലാ ക്വാർട്ടറിലും കൂടുന്ന ഒരു സ്ഥിതിയായിരുന്നു. 15 ക്വാർട്ടറിൽ ഗ്രോത്ത് ഡിക്ലൈൻ ആയിരുന്നു. ആര്? UPA ഭരിച്ച സമയത്ത്. ഇതാരും മറന്നിട്ടില്ലേ? ആ ഒരു കുഴിന്നാണ് നരേന്ദ്രമോദിജി 2014 ഇതുവരെ കൊണ്ടുവച്ചിരിക്കുന്നത് ഇക്കോണമിനെ. ഇൻകം ടാക്സ് എക്സംഷൻ 12 ലക്ഷം വരെ ഇത് ഇൻഡിപെൻഡന്റ് ഇന്ത്യന്റെ ഹിസ്റ്ററിയിൽ ഇത് ഉണ്ടായിട്ടില്ല. 0% GST, 5% GST എസെൻഷ്യലും മരുന്നും ഭക്ഷണത്തിനും. ഇതൊരു വലിയൊരു മാറ്റമല്ലേ? എന്നിട്ട് ഇത് ആരാണ് ഇത് ചെയ്തത്? ഇന്ത്യന്റെ ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ BJPയും NDAക്ക് വോട്ട് കൊടുത്ത ജനങ്ങളാണ് ഈ മാറ്റം കൊണ്ടുവന്നത്. എന്നിട്ട് ഇതെല്ലാം നടക്കുമ്പോൾ നമ്മളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നു BJPക്ക് എല്ലാ വോട്ടും പോകുന്നത് കേരള കൾച്ചറിന്റെ എതിരെയാണെന്ന്. ഈ ആരെയാണ് വിദ്യാക്കുന്നത്? ആ സമയമെല്ലാം കഴിഞ്ഞു. അല്ല, അത് GST കൗൺസിൽ ഉണ്ടല്ലോ. അതിൽ GST കൗൺസിൽ ഒരു ഫെഡറൽ കൗൺസിൽ അല്ലേ. അതിൽ സ്റ്റേറ്റ് ഫൈനാൻസ് മിനിസ്റ്ററും ഉണ്ട്, നമ്മുടെ രാജ്യത്തെ ഫൈനാൻസ് മിനിസ്റ്റർ. അവർ തീരുമാനിക്കും അത് എന്താണ് ചെയ്യേണ്ടത്. അങ്ങനെ ഉണ്ടാവുമോ ഇല്ലേ ഒന്ന്. ഞാൻ കുറച്ചൊരു എക്കണോമിക് തിങ്കിങ് പഠിച്ച ഒരാളാണ്. എൻ്റെ ഒരു ആന്റിസിപ്പേഷൻ അങ്ങനെ ഒരു ഷോർട്ട് ഫോൾ ഉണ്ടാവില്ല. കാരണം റേറ്റ്സ് കുറയുമ്പോൾ കൺസംഷൻ കൂടും, അഫോർഡബിലിറ്റി കൂടുമ്പോൾ കൺസംഷൻ കൂടും. അതാണ് അതിൻ്റെ ഒരു ഗ്രാഫ്. ഇക്കണോമെട്രിക്സിൽ ഒരു ഗ്രാഫ് ഉണ്ട്, അഫോർഡബിലിറ്റി ആൻഡ് ഗ്രോത്ത്. അത് നമ്മൾ കാണും. ഇല്ലെങ്കിൽ GST കൗൺസിൽ അത് തീരുമാനിക്കും അതിന്റെ എന്താണ് പരിഹാരം. ഇല്ല, നോക്കുക, അത് അവർ ചെയ്യട്ടെ. ഞാനെന്തിനാ ഇന്ന് പറഞ്ഞു? അവരെ കഴിവില്ലായ്മയെ കുറിച്ച് കടം വാങ്ങുന്നു. 5.5 ലക്ഷം കോടിന്റെ കടം തലയിൽ വെച്ച് പോകുന്നല്ലേ ഇവര് സർക്കാർ. അതിനെ കുറിച്ച് ഞങ്ങൾ പറയുന്നുണ്ടല്ലോ. നോക്കൂ, സെസ്സാണോ കടമാണോ ഇതെല്ലാം അവർ ചെയ്യുന്നത് എന്താണ്? പുതിയ തലമുറയുടെ തലയിൽ ഇത് വെച്ചു പോകുന്നു, അവരുടെ രാഷ്ട്രീയം. എന്നിട്ടാണ് പറയുന്നത് BJPക്ക് കൊടുക്കുന്ന വോട്ട് കേരള കൾച്ചറിന്റെ എതിരെയാണെന്ന്. അപ്പൊ 5.5 ലക്ഷം കോടി കേരള കൾച്ചറാണോ? അല്ല, അത് CPM കൾച്ചറാണ്. അല്ല, അത് സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലേ ചെയ്യേണ്ടത്. വിലക്കയറ്റം അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ. ഇവിടെ കർഷക മേഖലയിൽ എല്ലാവരും തകർത്തി
ഫുഡെല്ലാം ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം അവർ ചെയ്യുമ്പോൾ അത് അവരല്ല അതിന്റെ പരിഹാരം തീരുമാനിക്കേണ്ടത്. എന്തോ ഓ അത് ഞങ്ങൾ കൊടുത്ത അവര് അത് പിന്നെ അതിന് കുറെ വലിയ ലിസ്റ്റ് ഉണ്ട്, അത് വായിക്കും അവര് കേരള കൾച്ചറും CPM കൾച്ചർ എന്ന് പറഞ്ഞ് മൂടുമോ, അത്രേ ഉള്ളൂ. നോക്കോ, കഴിവില്ലായ്മ എന്ന് ഞാൻ തീരുമാനിച്ചു. ഇവർക്ക് ഒന്നും ചെയ്യണ്ടെന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞു. 10 കൊല്ലം മുമ്പ് ചെയ്താ. അവർക്കൊരു നോട്ട് കൊടുത്താലോ അവര് വായിക്കുന്നത് എന്താണ്? കാൾ മാർക്സിന്റെ ദാസ് ക്യാപിറ്റലല്ലേ വായിക്കുന്നത്. ഞങ്ങൾ അതൊന്നും വായിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ പ്രാക്ടിക്കൽ പ്രാഗ്മാറ്റിക് പീപ്പിൾ സെൻട്രിക് പോളിറ്റിക്സ് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് ഞങ്ങൾ കൊടുത്താൽ അവർക്ക് വായിക്കില്ലെന്ന് എനിക്കറിയില്ല. അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ ചെയ്യേണ്ടതല്ല ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ വികസിത കേരളം അതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരു ഐഡിയോളജി, ഞങ്ങളുടെ കാഴ്ചപ്പാട് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പോട്ട് വയ്ക്കും. അപ്പോൾ അത് ജനങ്ങൾ തീരുമാനിക്കും, നിങ്ങളും തീരുമാനിക്കും ആരാണ് ജയിക്കാൻ പോകുന്നത്, ആർക്കാണ് ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടാൻ പോകുന്നത്. അത് ഞാൻ പറയുന്നില്ല ഒന്നും. അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, നിങ്ങൾ തന്നെ പറയുന്നു ഇത് ജഡ്ജ് ജൂറിയും എല്ലാം നിങ്ങളാണെന്ന്. നിങ്ങൾ തന്നെ അത് ആൻസർ ചെയ്യണം. എനിക്കങ്ങനെ ഒരു പരാതി ഒന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് അതൊരു ഇഷ്യൂ അല്ല. ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ട്രാൻസ്പെറന്റ്ലി ചെയ്യുന്നു. ഞങ്ങളുടെ പാർട്ടി അങ്ങനെയാണ്, അത് സെൻട്രൽ പാർട്ടി അങ്ങനെയാണ്, സ്റ്റേറ്റ് പാർട്ടി അങ്ങനെയാണ്. അത് ഞാൻ എന്റെ കാൽക്കുലേറ്ററിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ഇല്ല, അത് ഞാൻ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ഞാൻ ചോദിച്ചാൽ കണ്ടുപിടിച്ച് പറയാം. അല്ല നോക്കൂ, ഇതെല്ലാം എന്തൊരു ഇഷ്യൂ ആണ്. നിങ്ങൾ ഇലക്ഷന്റെ 3 മാസം മുമ്പ് ഓരോരോ ഇതിൽ കേൾക്കുമ്പോ തന്നെ എനിക്കൊരു സങ്കടം. അല്ല വിഷയം ആവണ്ട. അല്ല ഇന്നർ പാർട്ടി കാര്യമല്ല, ഇത് ആരുടെ കാര്യമല്ല, ഇതൊരു ഇമാജിനറി. അല്ല നോക്കൂ, ഞാൻ മീഡിയനെ കുറച്ച് അറിയുന്ന ആളാണ്. ഈ ക്ലിക്ക് ബേറ്റിങ്ങും എല്ലാം ആവശ്യമില്ല. അത് നിങ്ങൾ അടുത്ത ഇലക്ഷൻ കഴിഞ്ഞൊരു 10 കൊല്ലം നിങ്ങൾ ചെയ്തോളൂ. ഇലക്ഷന്റെ സമയത്ത് പ്രധാനപ്പെട്ട ഇഷ്യൂസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക, അത് ഞങ്ങളെല്ലാവരും ഒരു ഉത്തരവാദിത്വമാണ്. അതൊരു നമ്മുടെ കടുമയായിട്ട് കാണണം. ഈ ഹ്യൂമറും ട്രാജഡിയും ഡ്രാമയും എല്ലാം കുറച്ച് ചെയ്തോളൂ. അത് വേറെ ഷോയിൽ ചെയ്തോളൂ, ന്യൂസിൽ തന്നെ വേണമല്ലോ. അത് ജനങ്ങളെ ബാധിക്കുന്ന ഇഷ്യൂയെ കുറിച്ച് പറയൂ. അതിനെക്കുറിച്ച് പരാതി എത്ര കിട്ടി, ഞങ്ങളെ ഹെൽപ്പ് ഡെസ്കിൽ എത്ര എൻറോൾമെന്റ് വന്നു, അതിനെ കുറിച്ച് എത്ര ഡീറ്റെയിൽ തരാൻ തയ്യാറാണ് ഞാൻ. നോക്കൂ, ഞാൻ ആദ്യത്തെ ദിവസം ഞാൻ പ്രസ് കോൺഫറൻസ് തിരുവനന്തപുരത്ത് പറഞ്ഞപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ഇതൊരു നാടകമാണ്, ഇത് അവരുടെ ഒരു ഡെസ്പറേഷനാണ്. കാരണം 10 കൊല്ലം ഈ അയ്യപ്പത്തിനെതിരെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ഇന്ന് ഈ 4 മാസം മുമ്പേ ഓരോരോ ഡ്രാമ ചെയ്യുമ്പോൾ അത് ഡ്രാമ ആയിട്ട് എന്നെ കാണണമെന്നാണ് ഞാൻ അന്ന് എൻ്റെ ഒരു അഭ്യർത്ഥന. അന്ന് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ഒന്ന്. രണ്ടാമത്തത്, ഞങ്ങൾ അന്ന് പറഞ്ഞു സ്റ്റാലിൻ ഇവിടെ വരികയാണെങ്കിൽ ഞങ്ങൾ സമ്മതിക്കില്ല. അത് മാത്രമേ ഞങ്ങൾ പറഞ്ഞത്. അത് സ്റ്റാലിൻ അത് കേട്ടപ്പോൾ വേണ്ടാന്ന് വിചാരിച്ചു. അല്ല എന്നോട് ചോദിച്ചില്ലല്ലോ, പിന്നെ ഇൻവൈറ്റ് ചെയ്യാണ്ട് ഞാൻ എങ്ങനെ പോകുന്നു? എന്നോട് അന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഞാൻ ഇങ്ങനെ എൻ്റെ അല്ല അത് ക്ഷണിക്കട്ടെ, ആദ്യം ക്ഷണിക്കട്ടെ. അല്ല ഞാൻ പറയാം, അവിടെ നടക്കുന്ന കൺഫ്യൂഷനെ കുറിച്ച് ഞാനൊരു റെസ്പോൺസ് തരിക, അത്രേ ഉള്ളൂ. അവിടെ എന്തെല്ലാം നടക്കുന്നത് എനിക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ഒന്നും അറിയില്ല. ഓ പറയും നീ ചോദിച്ചു. അല്ല ഞാനൊരു കാര്യം പറയട്ടെ, ആദ്യം അവർ തീരുമാനിക്കട്ടെ. ഇത് സർക്കാരാണ് നടത്തുന്നത്, ദേവസ്വം ബോർഡാണ്. അവിടെ തന്നെ ഒരു കൺഫ്യൂഷൻ അവർ തമ്മിലുണ്ട്. അത് തീരുമാനിക്കട്ടെ, പിന്നെ അതിന്റെ ആൻസർ ഞാൻ തരാം. പിന്നെ കുംഭമേള എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസികളുടെ എത്ര കൊല്ലം നടക്കുന്ന ഒരു കാര്യമാണ്. ഇതല്ലല്ലോ. ഇത് കാശ് പിരിക്കാനും ഒരു പ്രീ എലക്ഷൻ ഒരു നാടകമാണെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ
മാറ്റാൻ പോകുന്നില്ല. അതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ അന്ന് പറഞ്ഞു, ഇന്നും പറയുന്നു. അല്ല, അത് അവര് ആൻസർ ചെയ്യട്ടെ. എന്നോട് ചോദിച്ചില്ലല്ലോ. സർക്കാരിന്റെ അറ്റോർണി ജനറൽ ആണ് പറഞ്ഞത്. ഇല്ല, അങ്ങനെ നിർമ്മിച്ചിട്ടില്ല. ഓ, ഇല്ല, അങ്ങനെയൊന്നുമല്ല. പഠന ക്ലാസ് അങ്ങനെ കാണരുത്. ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അത് കുറച്ച് മാസം മുമ്പ് ഈ വികസിത കേരളം വികസനം കാഴ്ചപ്പാട് ഞങ്ങളുടെ ഞാൻ അത് മാർച്ച് 26-ാം തീയതി പറഞ്ഞ കാര്യമാണ്. എല്ലാ വീട്ടിലും കയറി ഈ വികസന സന്ദേശം ഞങ്ങളുടെ ഒരു എത്തിപ്പിക്കും. അതിന് വേറെ സമുദായത്തിൽ വേറെ ടീമായിട്ട് ഞങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഇന്നലെ നടന്നത്. അതുകൊണ്ട് വലിയൊരു കോൺസ്പിറസിയോ പഠന ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നും നടക്കുന്നുണ്ട്. ഇന്നലെ യുവമോർച്ചന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, യൂത്തിന്റെ ഔട്ട്റീച്ചിന് വേണ്ടി. ഇന്ന് OBC മോർച്ച, മഹിളാ മോർച്ച, ഇവരെല്ലാം നമ്മളെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കാണുന്നു. അവരെല്ലാം വികസന സന്ദേശം, ഞങ്ങളൊരു വികസിത കേരളത്തിന്റെ കാഴ്ചപ്പാട് എല്ലാ വീട്ടിലും എത്തിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം, ഞങ്ങളൊരു ലക്ഷ്യം. അത് ഞങ്ങൾ ചെയ്യും. അതിന് OBC ഉണ്ട്, SC ഉണ്ട്, ST ഉണ്ട്, മഹിളയുണ്ട്. അപ്പൊ മഹിളയുടെ കോൺട്രവേഴ്സി ഉണ്ടോ? ഇല്ലല്ലോ. ഇന്നലെ യുവമോർച്ച ഉണ്ടായിരുന്നു. അതിന് കിട്ടിയില്ല, ന്യൂസ് കിട്ടിയില്ല. അല്ല, കുറെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ തുടങ്ങിയത് 8 മണിക്ക് തുടങ്ങി. ഇന്നലെ കഴിഞ്ഞപ്പോ ഒരു 9 മണി വരെ. ഞങ്ങൾ എല്ലാ മലയാളികളുടെ ഒപ്പം അടുപ്പുണ്ട്. എല്ലാവരുടെ ഒപ്പം, എല്ലാവർക്കും വേണ്ടി വികസിത കേരളം എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആവശ്യമില്ലല്ലോ. എല്ലാവരുടെ ഒപ്പം, എല്ലാവർക്കും വേണ്ടി. അപ്പോൾ എല്ലാവരുടെ ഒപ്പം ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കും. നോക്ക്, ഇത് എല്ലാവരും അവകാശമാണ്. പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞാൽ പ്രൊട്ടസ്റ്റ് ചെയ്യണമെന്ന്, അത് പ്രൊട്ടസ്റ്റ് ചെയ്യില്ല എന്ന് അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. അവര് പ്രൊട്ടസ്റ്റ് ചെയ്തു. ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്തു. ഞങ്ങളോട് സഹായം ചോദിച്ചു, ഞങ്ങൾ പോയി ചെയ്തു. അനൂപും ഷോൺ അവിടെ പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. അത് ഞാൻ പറഞ്ഞില്ലേ, എന്താ നടന്നത് ഞാൻ കൃത്യമായി പറഞ്ഞില്ലേ. അത് നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്തോളൂ. ഞാൻ പറഞ്ഞത്, ആദ്യമായി പറഞ്ഞത്, എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കും BJP കേരളം. അതിനു വേണ്ടി ടീംസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഔട്ട്റീച്ചിന് വേണ്ടി ഈ വികസന സന്ദേശം ജനങ്ങളുടെ അടുത്ത് എത്തിപ്പിക്കാൻ. ഓക്കെ. തിങ്കളാഴ്ച 15-ാം തീയതി BJP കേരളം എല്ലാ ജില്ലയിലും ഈ പോലീസ് ബ്രൂട്ടാലിറ്റിന്റെ എതിരെ DYSP ഓഫീസിൽ മാർച്ച് ചെയ്യും. ഈ ക്രിമിനലൈസേഷൻ, പോലീസിന്റെ ക്രിമിനലൈസേഷൻ വലിയൊരു ഇഷ്യൂ ആണ്. അതൊരു നിസ്സാര ഇഷ്യൂ ഒന്നല്ല, ഒരു ക്ലിക്ക് ബേറ്റിംഗ് ഒരു ഹെഡ്ലൈൻ്റെ ഇഷ്യൂ ഒന്നല്ല. 744 പോലീസ് ഓഫീസർ സീരിയസ് ക്രൈമിൽ പെട്ടിട്ടുണ്ട്. അതിൽ 18 ഓഫീസർ മാത്രം ഡിസ്മിസ് ആയിട്ടുണ്ട്. ഇതുവരെ ഈ 730 ചില്ലറ പോലീസ് ഓഫീസർ ഇന്നും സർവീസിലാണ്. അപ്പോ ഇവിടുത്തെ രാഷ്ട്രീയം ക്രിമിനലൈസ് ആവുമ്പോൾ അതുപോലെ തന്നെ ഇത് ഒരു വലിയൊരു ഗൗരവമായ ഒരു കാര്യമാണ്. പോലീസിന്റെ ക്രിമിനലൈസേഷനും അവിടെ ഒരു ബ്രൂട്ടൽ വയലൻസിന്റെ ഒരു രീതിയും, അതിനെതിരെ ശക്തമായി BJP 15-ാം തീയതി സമരം ചെയ്യും. എല്ലാ ജില്ലയിലും പ്രോഗ്രാം ചെയ്യും. 14 കഴിഞ്ഞാണ് 15. ഒരു കൺഫ്യൂഷൻ ഇല്ല. ആ ലെവലിലെത്തില്ലേ ഇതിനെ കുറിച്ച്